ജപ്പാനിൽ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് സുനാമി വീശിയടിച്ചു. ഏകദേശം 3 മീറ്റർ വരെ ഉയരത്തിലാണ് സുനാമി തിരമാലകൾ അടിച്ചത്. ഇഷിക്കാവയിലാണ് ശക്തമായ സുനാമി തിരമാലകൾ ആദ്യമുണ്ടായത്. ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്നു. വാജിമയിൽ നിരവധി വീടുകൾക്ക് തീപിടിച്ചു. റോഡുകൾ വിണ്ടുകീറിയകന്നു. ടോക്കിയോ, ഒസാക്ക അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അശ്വിനി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അശ്വിനി, ദൃശ്യങ്ങൾ അത് നടുക്കുന്നതാണ്. പുതുവത്സര ദിനത്തിൽ ജപ്പാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന ഭൂചലനവും പിന്നാലെ സുനാമി തിരമാലകളും. ഈ നാശനഷ്ടങ്ങൾ അത് ആശങ്കാജനകമാണോ? സുരക്ഷിതരല്ലേ ജനങ്ങൾ? എൽദോ, ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം വലിയൊരു ഭൂകമ്പം, അതിന് പിന്നാലെ സുനാമി, ഇത്തരത്തിൽ ഒന്നിനു പിറകെ ഒന്നിനായി ദുരന്തങ്ങൾ ജപ്പാനിന്മേൽ ആഞ്ഞടിക്കുകയാണ്. 7.6 തീവ്രതയുള്ള വൻ ചലനമാണ് ഇന്ന് രാവിലെ ജപ്പാനിൽ തീരപ്രദേശത്ത് കടലിനോട് ചേർന്നുണ്ടായത്. ഇതേ തുടർന്ന് ഒഷിക്കാവ അടക്കമുള്ള തീരപ്രദേശങ്ങളിലേക്ക് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനുശേഷം മണിക്കൂറുകൾക്കിടയിലുണ്ടായ ഏകദേശം 50ഓളം ചലനങ്ങൾ, അതായത് 3.5 തീവ്രതയ്ക്ക് മേൽ ഉള്ള 40-ലേറെ ചലനങ്ങളാണ് അതിനുശേഷം മണിക്കൂറുകളിലുണ്ടായത്. ഇത് ആണ് ഇത്തരത്തിലുള്ള സുനാമിക്ക് അല്ലെങ്കിൽ ഇത്രയും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ കാരണമായതായി അധികൃതർ സൂചിപ്പിക്കുന്നത്. 7.6 തീവ്രതയെ തുടർന്നാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും തുടർചലനങ്ങളാണ് ഇത്തരത്തിലുള്ള വലിയ സുനാമി തിരമാലകൾ വീശിയടിക്കാൻ ഇടയാക്കിയത്. ഇതേ തുടർന്ന് ഒഷിക്കാവ അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാജിമ സിറ്റി എന്ന് പറയുന്ന പ്രദേശത്തും സുനാമി വീശിയടിച്ചു. അതിന് പുറമെ തന്നെ നിരവധി വീടുകൾ അഗ്നിക്കിരയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഭൂചലനത്തെ തുടർന്നുണ്ടായ ഒരു പ്രതിഭാസം എന്നോണമാണ് ഇത്തരത്തിൽ വീടുകൾ കത്തി നശിച്ചത്. റോഡുകൾ വിണ്ടുകീറി, ഫോൺ, ഇന്റർനെറ്റ്, അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം ഒക്കെ താറുമാറായി. നിരവധി വീടുകളിൽ മണിക്കൂറുകളായി വൈദ്യുതി ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇത്തരം ബാധിക്കപ്പെട്ട പ്രദേശങ്ങൾ, അതായത് ഭൂചലനത്തെ തുടർന്ന് ബാധിക്കപ്പെട്ട പ്രദേശങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തിരമാലകൾ ഈ നദികളിലൂടെയുമൊക്കെ ഉള്ളിലോട്ട് കയറി കരമേഖലയിലൊക്കെ കയറി വരുന്ന ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ ആശങ്ക ഉളവാക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഷോപ്പിംഗ് മാളുകൾക്കുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ വേറെ നമുക്ക് മനസ്സിനെ കലട്ടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. കാരണം കാറുകളൊക്കെ കടന്ന് കുലുങ്ങുന്ന വലിയ തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ച് റോഡുകളുടെയൊക്കെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എൽദോ, അശ്വിനി, ഈ സുനാമി മുന്നറിയിപ്പ് അയൽ രാജ്യങ്ങളിലും നൽകിയിട്ടുണ്ട്, ദക്ഷിണ കൊറിയയിലും ഒപ്പം റഷ്യയിലുമൊക്കെ. അപ്പോൾ മറ്റിടങ്ങളിലൊക്കെ സാഹചര്യം എന്താണ്? മറ്റ് റഷ്യയിലും ദക്ഷിണ കൊറിയയിലും അതിന് പിന്നാലെ ഇപ്പം ഉത്തര കൊറിയയിലും ഒക്കെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല. പ്രധാനമായും ജപ്പാനിൽ നിന്നുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ വാർത്തകളുമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ജപ്പാനിൽ ഇപ്പോൾ നമ്മൾ TV-യിൽ കാണുന്ന പോലെ വൻ തിരമാലയാണ് തീരപ്രദേശങ്ങളിലേക്കൊക്കെ വീശി അടിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് തീരപ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾക്കൊക്കെ നാശനഷ്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കുള്ളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്നു. പിന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. വൻതോതിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു നടപടികളിലേക്കാണ് അധികൃതർ കടന്നിട്ടുള്ളത്. അതായത് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ തന്നെ നഗരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആളുകളൊക്കെ ഈ നഗരപ്രദേശങ്ങളിൽ നിന്നൊക്കെ പലായനം ചെയ്യുന്ന അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വാർത്താ ഏജൻസികളൊക്കെ പുറത്തുവിടുന്നുണ്ട്. എൽദോ, അശ്വിനി, ഈ ഭൂചലനം അത് വലിയ തീവ്രതയിലാണല്ലോ രേഖപ്പെടുത്തിയത്. അവിടെ ഈ കെട്ടിടങ്ങൾക്കിടയിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ രക്ഷാപ്രവർത്തനമൊക്കെ പൂർണ്ണമാണോ? വാജിമ സിറ്റിയിൽ നിന്നൊരു റിപ്പോർട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതായത് ഒരു കെട്ടിടം ഭൂചലനത്തെ തുടർന്ന് കെട്ടിടം തകർന്നിട്ട് ഏകദേശം 6ഓളം പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും നിരവധി പേർ ചികിത്സ തേടി ആശുപത്രികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനൊരു കൃത്യമായ കണക്കോ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമാകുന്നില്ല. പ്രത്യേകിച്ച് ജപ്പാനിൽ നിന്നുള്ള ഏജൻസികളൊന്നും
ഒന്നും അങ്ങനത്തെയുള്ള വാർത്തകളൊന്നും നൽകുന്നില്ല. സുനാമി വീശിയടിക്കുന്നുണ്ട്, അതിനെ തുടർന്നുള്ള ദൃശ്യങ്ങളും ബാക്കിയുള്ള വിവരങ്ങളും ഒക്കെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത്തരത്തിൽ നമുക്കൊരു ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ആളപായമോ മറ്റു തരത്തിലുള്ള വിശദാംശങ്ങളോ ഒന്നും നമുക്ക് ജപ്പാനിൽ നിന്ന് ലഭിക്കുന്നില്ല. എൽദോ. ഓക്കെ, അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്. ജപ്പാനിൽ വലിയൊരു ഭൂചലനമാണ് ഇന്ന് പുതുവത്സര ദിനത്തിലുണ്ടായത്. അത് ജപ്പാനെ ആകമാനമെന്ന് ഉറപ്പിക്കുന്നു. മാത്രമല്ല വലിയ തരത്തിൽ 7.6 തീവ്രതയ്ക്കൊപ്പം തന്നെ സുനാമി വീശിയടിക്കുന്ന സാഹചര്യവും തീരപ്രദേശങ്ങളിൽ വലിയ തോതിൽ തിരകൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം.